ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതിരുചികരമായ പഴം പുളിശ്ശേരി എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട്, ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം, ക്യുമിൻ സീഡ്സ്, 2 പച്ചമുളക്. പച്ചമുളകിൻ്റെ എണ്ണം ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവം അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരി പാടില്ല. ഒരു ചട്ടിയിലോട്ട് ഒരു വലിയ സൈസ് ഏത്തപ്പഴമാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇതുപോലെ ചെറുതാക്കി മുറിച്ചതാണ്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ ഇതിലോട്ട് ചേർക്കണം. എന്നാൽ മാത്രമാണ് ഇതിന് നല്ല രുചി കിട്ടുള്ളൂ. അതേസമയം ഓവറായിട്ട് പഴുത്ത് തൊലിയൊക്കെ ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ കറുത്തിരിക്കുന്ന പോലത്തെ ആ ഒരു പരുവത്തിലുള്ള പഴവും ചേർക്കാൻ പാടില്ല. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന 2 കപ്പ് വെള്ളം ഏകദേശം 1 കപ്പ് വെള്ളം ആകുന്നവരെ വറ്റിച്ചെടുക്കണം. ആ ടൈം കൊണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള ഏത്തപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം 2 കപ്പ് വെള്ളത്തിൽ നിന്നും 1-1.25 കപ്പ് വെള്ളത്തിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഏത്തപ്പഴം വളരെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും. എല്ലാം കൂടെ ഫുൾ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് കിടക്കണം. അപ്പോഴാണ് ഈ പുളിശ്ശേരിക്ക് രുചി ഉണ്ടാവുക. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന അരപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കുവാണ്. ഈ അരപ്പ് ചേർക്കുമ്പം ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരിക്കലും ഈ അരപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് കുറയും. അതിന് പകരം ഒരു 7-8 മിനിറ്റ് എടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആക്കി ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും. അതേസമയം ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുകയും ചെയ്യും. ഇതൊരു മധുരമുള്ള പുളിശ്ശേരിയാണ്. അപ്പം ഏത്തപ്പഴം എത്രത്തോളം പഴുത്തിട്ടുണ്ട് അതനുസരിച്ച് ഇതിൽ മധുരം കാണും. എങ്കിലും ഒരു കുറച്ചും കൂടെ മധുരം ചേർക്കുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഏകദേശം 1-1.25 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. 7-8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് തണുക്കാനാക്കി മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. 1 കപ്പ് തൈരിലോട്ട് 1/2 കപ്പ് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങയുടെ കൂട്ട് തണുപ്പിക്കാൻ കാരണം ഈ തൈര് ചേർക്കുമ്പം പിരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഇതെന്തായാലും ഇരിക്കും തോറും കുറച്ചൊന്ന് കുറുകി വരുന്ന ഒരു പുളിശ്ശേരിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20-30 സെക്കൻഡ് മാക്സിമം, അതിൽ കൂടുതൽ വെക്കരുത്. ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാനിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കൂടുതൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലോട്ട് 7-8 മണി ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഉലുവ ചേർക്കുമ്പോൾ കരിഞ്ഞു പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു പിടി നന്നായിട്ടൊന്ന് ഞെരടി വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 വറ്റൽ മുളകും കൂടെ പൊട്ടിച്ചിട്ടത് ചേർക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിശ്ശേരിയിലോട്ട് ഈ കടുക് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കടുക് പൊട്ടിക്കണതിൻ്റെ കൂടെ 2 നുള്ള് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കണം. പക്ഷെ കരിയാണ്ട് നോക്കണം. അതും കൂടെ ചേർത്തിട്ട് ഇതിലോട്ട് ചേർക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ശരി, ഇനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.